ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി മാർച്ച് 13-ന് ശേഷം പ്രഖ്യാപിക്കും. ഇതിനു മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന സന്ദർശനങ്ങൾ പുരോഗമിക്കുകയാണ്. നിർമ്മിത ബുദ്ധി കൂടി പ്രയോജനപ്പെടുത്തിയാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന സന്ദർശനങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ തമിഴ്നാട്ടിലുള്ള കമ്മീഷൻ അവിടെ നിന്നും ഉത്തർപ്രദേശും ജമ്മു കാശ്മീരും സന്ദർശിക്കും. പ്രശ്നബാധിത മേഖലകൾ, ഇവിഎമ്മുകളുടെ ക്ഷമത, സുരക്ഷാ സേനയുടെ ആവശ്യകത, അതിർത്തികളിലെ ജാഗ്രത തുടങ്ങി അനവധി വിഷയങ്ങൾ പരിശോധിച്ച് സ്ഥിതി വിലയിരുത്തുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ സന്ദർശനോദ്ദേശം. സംസ്ഥാന സന്ദർശനത്തിന് ശേഷം മാർച്ച് 13-നോ അടുത്ത ദിവസങ്ങളിലായോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കാം. 7-8 ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. 96.88 കോടി ജനങ്ങൾക്കാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ളത്. ഇതിൽ 1.85 കോടി കന്നി വോട്ടർമാരും ഉൾപ്പെടുന്നു. 2019-ലെ അപേക്ഷിച്ച് വോട്ടർമാരുടെ എണ്ണത്തിൽ 6% വർധനവുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി നിർമ്മിത ബുദ്ധിയും പ്രയോജനപ്പെടുത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി. നവമാധ്യമങ്ങളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വരുന്ന പോസ്റ്റുകൾ പരിശോധിക്കാനും നിർമ്മിത ബുദ്ധി പ്രയോജനപ്രദമാകുമെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. 2019-ൽ മാർച്ച് 10-ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നു. മെയ് 23-നാണ് ഫലങ്ങൾ പ്രഖ്യാപിച്ചത്. ജനം, ഡൽഹി.